അങ്ങനെ ഒരുപാട് നാൾക്ക് ശേഷം ഒരുപാട് മാസങ്ങൾക്ക് ശേഷം ഞാൻ എൻ്റെ അടുക്കളയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ വീട്ടിലാണ്. എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലൊന്നും പോവാത്തീന്ന്. ഞാൻ എൻ്റെ വീട്ടിലാണ് നിൽക്കാറ് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നു. അപ്പോൾ വീട്ടിൽ അമ്മയൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഇന്ന് ലഞ്ച് ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. സിമ്പിളായിട്ട് വെറും തട്ടിക്കൂട്ട് ലഞ്ചാണ്. എന്തെങ്കിലും കഴിക്കണ്ടേ പറഞ്ഞിട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ. പിന്നെ അച്ഛൻ ഉച്ചയ്ക്ക് ചോറിനാൻ വരുന്നത് കൊണ്ട് വേഗം 12 മണിയാകുമ്പോഴേക്കും അച്ഛൻ വരും കേട്ടോ. അച്ഛന് വിശന്ന് കഴിഞ്ഞാൽ അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ കായുപ്പേരി വെക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ പനന്നങ്ക് കൊണ്ടുവരുന്ന ചേട്ടൻ വന്നു കേട്ടോ. വേനൽക്കാലം ആയിക്കഴിഞ്ഞാൽ ചേട്ടൻ എന്നും കൊണ്ടുവരും കേട്ടോ. ഡെയിലി കൊണ്ടുവരാറുണ്ട്. ഞങ്ങൾ ഡെയിലി വാങ്ങിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അത് മേടിച്ചു. പിന്നെ നമുക്ക് പയർ ചാറാട്ടോ വെക്കണത്. കുറേ കാലമായി ഞാൻ ഇവിടുന്ന് പോയ പിന്നെ നമ്മുടെ ഉണക്കപ്പയർ കഴിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ അത് ഉണ്ടാക്കി കേട്ടോ. ചാറ് വെച്ചു. പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഒന്ന് ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു കേട്ടോ. പിന്നെ കുറേ കാലത്തിന് ശേഷമാണ് ഒന്ന് വണ്ടി ഓടിക്കണത്. അപ്പോൾ വണ്ടി ഓടിച്ച് നോക്കിയിട്ടോ. മറന്നു പോകരുതല്ലോ. മറന്നിട്ടൊന്നുമില്ല. എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പണ്ട്, ചേച്ചി എങ്ങനെയാണ് പേടിയില്ലാതെ വണ്ടി ഓടിക്കാൻ പഠിച്ചതെന്നൊക്കെ കേട്ടോ. അത് നമ്മൾ ആദ്യം പേടിയുണ്ടാവും. പിന്നെ മെല്ലെ മെല്ലെ നമ്മൾ പഠിച്ച് ഇങ്ങനെ ഡെയിലി നമ്മളൊന്ന് ഓടിക്കണം. ഓടിച്ച് നമുക്ക് പേടിയൊക്കെ മാറും കേട്ടോ. അപ്പോൾ ശരി, ടാറ്റാ, ബൈ ബൈ.